Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സ് സബ്ട്രാക്ഷൻ എങ്ങനെയാണെന്നാണ്. അപ്പോൾ മെട്രിക്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും, ഒരു 2 ഡയമെൻഷണൽ അറേ ആണ്. 2 ഡയമെൻഷണൽ അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതൊരു റോ കോളം കൺസെപ്റ്റ് ആണ്. നിങ്ങൾ ഇതിനു മുമ്പ് അറേസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അറേ എന്ന് വെച്ചാൽ 1 ഡയമെൻഷണൽ അറേ ആണ്. നമ്മുടെ മെട്രിക്സ് എന്ന് വെച്ചാൽ 2D അറേ ആണ്. ഓക്കെ, 2D അറേ എന്ന് വെച്ചാൽ ഒരു റോ കോളം കൺസെപ്റ്റ് ആണ്. പിടികിട്ടിയല്ലോ? അപ്പോൾ 2D അറേ എന്താണ്, അതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ആണ് മുകളിൽ ഐ ബട്ടണിൽ കാണുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. മെട്രിക്സ് എ, മെട്രിക്സ് ബി, അത് തമ്മിൽ മൈനസ് ചെയ്തിട്ടുള്ള റിസൾട്ടന്റ് മെട്രിക്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, എ മൈനസ് ബി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു മെട്രിക്സ് എന്ന് വെച്ചാൽ 2D അറേ ആണെന്ന്. അപ്പൊ ഒരു റോ കോളം കൺസെപ്റ്റ് ആണ്. പിടികിട്ടിയല്ലോ? ഇപ്പൊ ആദ്യത്തെ മെട്രിക്സ് നമുക്ക് എടുക്കാം. ഈ മെട്രിക്സിന്റെ ഓർഡർ എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് എത്ര റോസും എത്ര കോളംസും ഉണ്ടെന്നാണ്. അപ്പൊ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2/3 എന്നാണ്. നമ്മൾ 2/3 എന്ന് എഴുതുമെങ്കിലും 2 into 3 എന്നാണ് എഴുതുന്നെങ്കിലും അത് പ്രൊനൗൺസ് ചെയ്യുന്നത് 2/3 എന്നാണ്. ഓക്കെ, 2/3 എന്ന് വെച്ചാൽ എന്താണ്? 2 റോയും 3 കോളവും. പിടികിട്ടിയല്ലോ? അപ്പൊ ആദ്യം നിങ്ങൾ എപ്പോഴും എഴുതുന്നത് റോയുടെ ആയിരിക്കും, കോളത്തിന്റെ ആദ്യം എഴുതത്തില്ല. ആദ്യം റോ പിന്നെ കോളം. ഇതൊരു 2/3 മെട്രിക്സ് ആണ്. മെട്രിക്സ് ബിയോ ഇതും ഓർഡർ ചോദിച്ചാലും ഇതൊരു 2/3 മെട്രിക്സ് ആണ്. പിടികിട്ടിയല്ലോ? അപ്പൊ നമുക്ക് മെട്രിക്സ് ആഡ് ചെയ്യണല്ലോ സബ്ട്രാക്ട് ചെയ്യണല്ലോ എല്ലാം അതിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. അപ്പൊ ആദ്യത്തെ മെട്രിക്സ് 2/3 ആണെങ്കിൽ രണ്ടാമത്തെ മെട്രിക്സും 2/3 ആയിരിക്കണം. ആദ്യത്തെ 3/3 ആണ്, രണ്ടാമത്തെ 3/3 ആയിരിക്കണം. ഓർഡർ ഡിഫറെന്റ് ആയത് തമ്മിൽ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. ഓക്കെ, ഇതെങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇത് ആദ്യം ഫസ്റ്റ് റോ സെക്കൻഡ് റോ, ശരിയല്ലേ? ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. അടുത്ത മെട്രിക്സിന്റെ അതുപോലെ ഫസ്റ്റ് റോ സെക്കൻഡ് റോ, ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളം. ഈ രീതിയിലാണ് ഓരോ എലമെന്റിനെ എടുക്കുന്നത്. അപ്പൊ ആദ്യം ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെന്റിനെ എടുക്കും 5നെ. ഓക്കെ, മെട്രിക്സ് ബിയിലെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെന്റിനെ എടുക്കും 3a. അത് തമ്മിൽ മൈനസ് ചെയ്യും. 5 - 3 2. നെക്സ്റ്റ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലെ എലമെന്റിനെ എടുക്കും 10. ഇവിടെ ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലെ എലമെന്റിനെ എടുക്കും 8. എന്നിട്ട് അത് തമ്മിൽ മൈനസ് ചെയ്യും 2. പിടികിട്ടിയല്ലോ? പിന്നെ ചെറുതിന് വലുത് കുറച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് റിസൾട്ടും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് മൈനസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ജനറൽ കൺസെപ്റ്റ് മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് മെട്രിക്സ് സബ്ട്രാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ മെട്രിക്സ് അഡീഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ മെട്രിക്സിന്റെ 2 മെട്രിക്സ് ഇനിഷ്യലൈസ് ചെയ്യാം. മെട്രിക്സ് എ, മെട്രിക്സ് ബി. എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്? നമ്മൾ അറേ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇന്റിജർ അറേയാണ്, ഇന്റ് അറേ നെയിം കൊടുക്കും. എന്നിട്ട് ന്യൂവിന്റെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കും, അല്ലെ? ഇത് 2D അറേ എന്ന് ഞാൻ പറഞ്ഞു, അതായത് റോ കോളം കൺസെപ്റ്റ് ആണ്. അപ്പൊ റോയും കോളവും കൊടുക്കാൻ വേണ്ടിയിട്ട് 2 സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. ഈക്വൽ ടു ന്യൂ ഇന്റ് ഓഫ് 2 സ്ക്വയർ ബ്രാക്കറ്റ്. പിടികിട്ടിയല്ലോ? ഈ സ്ക്വയർ ബ്രാക്കറ്റ് നിങ്ങൾക്ക് വെറുതെ ഇടാൻ പറ്റത്തില്ല. ഇതിനകത്ത് സൈസ് എത്രയാന്ന് കൊടുക്കണം. അതായത് ഇതിന്റെ റോയുടെ എണ്ണം എത്ര, കോളത്തിന്റെ എണ്ണം എത്ര. അപ്പൊ ഞാൻ മുമ്പത്തെ അഡീഷന്റെ വീഡിയോയിൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ 2 റോ 3 കോളം ആണെങ്കിൽ ഇവിടെ അങ്ങ് പറഞ്ഞു കൊടുക്കുമായിരുന്നു ചെയ്യുന്നത്. ഈ സബ്ട്രാക്ഷന്റെ നമുക്ക് എത്ര റോ എത്ര കോളം ഉണ്ടെന്ന് യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങാം. ഓക്കെ, അപ്പൊ ഞാൻ കൊടുക്കുകയാണ് സിസ് ഔട്ട് എന്റർ റോ കൗണ്ട് എന്ന് കൊടുക്കാം. എന്നിട്ട് സ്കാനറിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് വാങ്ങാം. സ്കാനർ SE ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് IN എന്ന് കൊടുക്കാം. എന്നിട്ട് ഇന്റ് ഇപ്പോ റോയുടെ എണ്ണമല്ലേ നമ്മൾ വാങ്ങുന്നത്, ഈക്വൽ ടു സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ റോയുടെ എണ്ണം വാങ്ങി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കോളത്തിന്റെ എണ്ണവും വാങ്ങാം. അപ്പൊ ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. Ctrl+C Ctrl+V കോളം കൗണ്ട്. ഓക്കെ, അപ്പൊ കോളത്തിന്റെ എണ്ണം വാങ്ങാനും ഒരു വേരിയബിൾ കൊടുക്കാം. ഇൻറ്റു കോളം ഈക്വൽ ടു സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇന്റ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ റോയുടെ കോളത്തിന്റെ എണ്ണം വാങ്ങി. ഇനി നമുക്ക് ഇവിടെ ആ എണ്ണം പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, റോ കോളം ആദ്യം എപ്പോഴും എഴുതേണ്ടത് റോയുടെ ആണ്, അത് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ മെട്രിക്സ് എ ഇനിഷ്യലൈസ് ചെയ്തു, ഇതുപോലെ തന്നെ മെട്രിക്സ് ബിയും ഇനിഷ്യലൈസ് ചെയ്യാം. ഇന്റ് ബി ഈക്വൽ ടു ഇന്റ് ബി 2 സ്ക്വയർ ബ്രാക്കറ്റ് ന്യൂ ഇന്റ് ഓഫ് റോ കോളം. അങ്ങനെ തന്നെ കൊടുക്കാം, ശരിയല്ലേ? റോ കോളം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ മെട്രിക്സ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. ഇനി എന്താണ് ഇതിന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെട്രിക്സ്. ഏത് ബി കുറച്ചാൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ റിസൾട്ട് മെട്രിക്സും ഡിക്ലെയർ ചെയ്യണം. ഇന്റ് റിസൾട്ട് എന്ന് കൊടുക്കാം. അതും ഒരു 2 ഡയമെൻഷണൽ അറേ ആയിരിക്കുമല്ലോ. ഈക്വൽ ടു
ന്യൂ ഇൻഡ് ഓഫ് 2 സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് റോ, രണ്ടാമത്തേനകത്ത് കോളം. ഓക്കെ, അപ്പൊ നമ്മൾ 2 മെട്രിക്സ് ഇനിഷ്യലൈസ് ചെയ്തു. അതിന്റെ റിസൾട്ട് സബ്ട്രാക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസൾട്ടന്റ് മെട്രിക്സ് ഇനിഷ്യലൈസ് ചെയ്തു. ഇനി എന്താണ്, ഈ ആദ്യത്തെ എയിലും ബിയിലും നമുക്ക് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുകയാണ് സിസ് ഔട്ട് എന്റർ എലമെന്റ്സ് കൊടുക്കുകയാണ്. എന്നിട്ട് അങ്ങനെയാണ് ഈ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നത്, ഫോർ ലൂപ്പ് വെച്ചിട്ട്. നമ്മൾ അറയിൽ ഇൻസേർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്ത് ഫോർ ലൂപ്പ് വെച്ചിട്ട് 4 × i = 0, i ലെസ് ദാൻ എവിടെ വരെയാണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്തൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. മറ്റേ അറേ നമ്മൾ ഫോർ ലൂപ്പ് വെച്ച് ചെയ്യുമ്പോൾ ഒരു ഫോർ ലൂപ്പ് മതി. ഈ 2D അറേ നിങ്ങൾ ചെയ്യുമ്പോൾ 2 ഫോർ ലൂപ്പ് വേണം. എന്തിനാണ്? ആദ്യത്തെ ഫോർ ലൂപ്പ് റോയെ ഡിനോട്ട് ചെയ്യാനും രണ്ടാമത്തെ കോളത്തിന്. അപ്പൊ ആദ്യത്തെ നമ്മൾ റോ എത്ര വരെ വേണം എന്ന് പറയാണ്. അപ്പൊ 0 തൊട്ട് i ലെസ് ദാൻ റോ വരെ. ശരിയല്ലേ? 2 റോ ആണെങ്കിൽ 0, 1 മതി. ലെസ് ദാൻ ഒരു ഈക്വൽ ടു നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ 0ഉം 1ഉം 2 കൊടുക്കും. ശരിയല്ലേ? 2 റോ എന്ന് പറയുമ്പോൾ 0 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് എങ്കിൽ 0ഉം 1ഉം മതി. i++. അപ്പൊ നമ്മൾ റോയുടെ എഴുതി. ഇതിനകത്ത് തന്നെ കോളത്തിന്റെ കൊടുക്കുകയാണ് 4 × j = 0, j ലെസ് ദാൻ എത്രയാണ്? കോളം j++. അപ്പൊ നമ്മൾ റോയുടെയും കോളത്തിന്റെയും കാര്യം പറഞ്ഞു. ഇനി എന്താണ്, ആദ്യത്തെ മെട്രിക്സിനകത്തോട്ട് നമ്മൾ എലമെന്റ് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ a of i j, ഓക്കെ, ഈക്വൽ ടു സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇൻഡ്. ശരിയല്ലേ? അപ്പൊ നമ്മൾ മെട്രിക്സ് എയിലോട്ട് എലമെന്റ് ഇൻസേർട്ട് ചെയ്തു. ഇനി ഇതിപ്പോ ഫസ്റ്റ് മെട്രിക്സിലോട്ടല്ലേ നമ്മൾ ഇൻസേർട്ട് ചെയ്തത്, ഫസ്റ്റ് മെട്രിക്സ് എലമെന്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മൾ താഴെ കൊടുത്താൽ പോരെ രണ്ടാമത്തെ മെട്രിക്സിലും എലമെന്റ് ഇൻസേർട്ട് ചെയ്യാൻ. ഇതേ ഫോർ ലൂപ്പ് തന്നെയല്ലേ. അപ്പോ ഇത് തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് സെക്കൻഡ് എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ രണ്ടാമത്തെ അറയിലോട്ടല്ലേ, ബിയിലോട്ട്. അപ്പോൾ സെക്കൻഡ് മെട്രിക്സ് എലമെന്റ് എന്ന് കൊടുത്തു. അതേ ഫോർ ലൂപ്പ് തന്നെ കൊടുത്തു. ഓക്കെ, ഇത് വേണം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കാം എലമെന്റ് ഇൻസേർട്ട് ആയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പൊ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഫോർ ലൂപ്പ് വെച്ച് ഇതേ കൺസെപ്റ്റ് തന്നെ നമ്മൾ പ്രിന്റ് ചെയ്താൽ മതി. സിസ് ഔട്ട് എലമെന്റ് ഇൻ എ. ഓക്കെ, എ എന്ന് കൊടുക്കാം. അതായത് ആദ്യത്തെ അറയില് മാത്രമേ ഞാൻ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നുള്ളൂ, 2 അറയിലും കൂടെ വേണ്ടല്ലോ. അപ്പൊ ഫോർ ലൂപ്പ് സെയിം തന്നെ. int i = 0, i ലെസ് ദാൻ റോ, i++. പിന്നെ കോളത്തിന്റെ 4 int j = 0, j ലെസ് ദാൻ കോളം j++ എന്ന് കൊടുക്കുക. എന്നിട്ട് സിസ് ഔട്ടിനകത്ത് നമ്മുടെ ആദ്യത്തെയാണ് ഞാൻ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്, a of i j എന്ന് കൊടുക്കുക. പിടികിട്ടിയല്ലോ? അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാല് അറയിലെ ഓരോ എലമെന്റും, അതായത് നമ്മുടെ ഈ 2D അറയിലെ അല്ലെങ്കിൽ മെട്രിക്സിലെ ഓരോ എലമെന്റ് ഓരോ ലൈനിലായിട്ടായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു റോയിലെ എല്ലാ കോളത്തിലും എലിമെന്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് റോയിൽ വേണം ഇൻസേർട്ട് ചെയ്യാൻ. ശരിയല്ലേ? അപ്പൊ അതാ ഞാനിത് പ്രിന്റ് ചെയ്ത് കാണിക്കാം. ഇപ്പോ com.matrix അല്ലേ. അപ്പൊ ഞാനിത് റൺ ചെയ്യാണ്. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. എന്റർ റോ കൗണ്ട്. ഇപ്പൊ ഞാൻ 2. പിന്നെ റോയുടെയും കോളത്തിന്റെ എണ്ണം 2 ആണ്. എലമെന്റ് ഇൻസേർട്ട് ചെയ്യാണ് 1 2 3 4. ഈ രണ്ടാമത്തേനകത്ത് 4 5 6 7. ഓക്കെ, എലമെന്റ്സ് എന്ന് പറഞ്ഞ് വന്നത് കണ്ടോ, 1 2 3 4. ആ ഇൻസേർട്ട് ചെയ്തത് നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നെക്സ്റ്റ് ലൈൻ ആയിട്ട് പ്രിന്റ് ആയി. നമുക്ക് ഇങ്ങനെയല്ലല്ലോ, 2 റോയിലും 2 കോളത്തിലുമായിട്ടാണ് പ്രിന്റ് ആവേണ്ടത്. ശരിയല്ലേ? അപ്പൊ ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാം കളയണം. എല്ലാം വരുമ്പോൾ നെക്സ്റ്റ് ലൈൻ വരും. എന്നിട്ട് ഓരോ എലമെന്റ് കഴിഞ്ഞിട്ടും ഒരു സ്പേസ് ഇട്ടാൽ മതി. എന്നിട്ട് ഒരു റോയിലെ ഒരു കോളത്തിലെ എല്ലാ എലമെന്റും ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആവണം. പിടികിട്ടിയല്ലോ? അതായത് ഓരോ റോയിലെ എല്ലാ കോളത്തിലും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആവണം. ഇനി നമുക്കിത് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ ഞാൻ പഴയ തന്നെ കൊടുക്കുകയാണ് 2 2 2 by 2 മെട്രിക്സ് ആണ്. 1 2 3 4
5 6 7 8 കൊടുക്കുകയാണ്. എലമെന്റ്സിന്റെ 1 2 3 4 ഒരു 2x2 ഓർഡറിൽ തന്നെ പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ പറയുമ്പോൾ പ്രിന്റ് ചെയ്യിക്കാൻ. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് എലമെന്റ് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ആയി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റെപ്പ് ചെയ്തത്. അപ്പൊ ഇത് നമുക്കിപ്പോ വേണ്ട. നമുക്കിനി എന്താ വേണ്ടത്? മെട്രിക്സ് സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? അപ്പൊ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ ലൂപ്പ് എഴുതണം പഴയതുപോലെ തന്നെ. 4 int I equal to 0, I less than റോ I plus plus എന്ന് കൊടുക്കുക. എന്നിട്ട് എലമെന്റ് സ്കാൻ ചെയ്യുന്നത് ഈ രീതി തന്നെയല്ലേ? ഇൻസേർട്ട് ചെയ്ത ഏത് രീതിയാണോ അതുപോലെ തന്നെ. 4 int J equal to 0, J less than കോളം J plus plus കൊടുക്കുക. എന്നിട്ട് നമ്മുടെ റിസൾട്ടന്റ് മെട്രിക്സിനകത്തോട്ട് മൈനസ് ചെയ്ത് ഇടുക. ശരിയല്ലേ? അപ്പൊ റിസൾട്ട് ഓഫ് I ജെയ്ക്കകത്തോട്ട് A of I J മൈനസ് B of I J. പിടിയിട്ടല്ലോ? A മൈനസ് B എന്ന് കൊടുക്കുന്നതിന് പകരം ഈ മെട്രിക്സിന്റെ ആ കറസ്പോണ്ടിങ് അത് മൈനസ് കൊടുക്കുക. അപ്പൊ ഇതെങ്ങനെ വരും? ഇപ്പൊ ആദ്യം എന്താണ്? ഐയുടെ വാല്യൂ 0 ആണ്. ശരിയല്ലേ? ഇപ്പൊ 0 ലെസ് ദാൻ റോ ആണ്. ഇപ്പൊ ഞാൻ 2x2 കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ലെസ് ദാൻ 2 ആണ്. അപ്പൊ ഇന്നർ ലൂപ്പിൽ കയറും. ജെയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. ശരിയല്ലേ? അപ്പൊ റിസൾട്ട് ഓഫ് 0 0ക്കകത്തോട്ട് A of 0 0 മൈനസ് B of 0 0, അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിൽ കിടക്കുന്ന എയുടെ എലമെന്റ് മൈനസ് ബിക്കകത്ത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിൽ കിടക്കുന്ന എലമെന്റ്, അത് ഈ റിസൾട്ടിലും അതേ റോ അതേ കോളത്തിൽ വന്ന് ഇൻസേർട്ട് ആവും. പിടികിട്ടിയല്ലോ? അങ്ങനെ ഈ ഐട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പൊ ഇത് വേണ്ടിയിട്ട് ഇന്നർ ലൂപ്പ് വർക്ക് ആകുമ്പോൾ എന്താണ്? ജെ ഇൻക്രിമെന്റ് ആവും. അപ്പൊ ജെയുടെ വാല്യൂ 1 ആവും. പിടികിട്ടിയല്ലോ? അപ്പൊ എന്ത് വരും? ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലോട്ട് ഇപ്പൊ ആദ്യം ഇതിപ്പോ 0 സ്കാൻ ചെയ്ത് തുടങ്ങിയത് കൊണ്ട് 0th റോ ആണ് ഫസ്റ്റ് റോ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ 0th റോ 0th കോളത്തിൽ ആദ്യം ഇൻസേർട്ട് ചെയ്തു, പിന്നെ 0th റോ ഫസ്റ്റ് കോളത്തിൽ ഇൻസേർട്ട് ചെയ്തു. വീണ്ടും ഇൻക്രിമെന്റ് ആകുമ്പോൾ ഇത് എത്ര വരും? 2 വരും. 2 ലെസ് ദാൻ 2 അല്ലല്ലോ? അപ്പൊ ഈ ലൂപ്പിൽ നിന്ന് വെളി വരും. പിടികിട്ടിയല്ലോ? അപ്പൊ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കഴിയുമ്പോൾ ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ല, ഫസ്റ്റ് റോയിൽ എല്ലാ കോളവും കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ചെയ്യണം. പിടികിട്ടിയല്ലോ? ഇപ്പൊ നിങ്ങളുടെ ഈ സബ്ട്രാക്ട് ചെയ്ത റിസൾട്ട് എന്ന് പറയുന്നത് റിസൾട്ട് മെട്രിക്സിനകത്തുണ്ട്. ഇനി ഇത് നമുക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ സിസ് ഔട്ട് കൊടുക്കാം. എന്നിട്ട് റിസൾട്ടന്റ് മെട്രിക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതേ സെയിം ഫോർ ലൂപ്പ് തന്നെ യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പോ 4 int I equal to 0, I less than row, I plus plus 4 int J equal to 0, J less than column J plus plus കൊടുക്കുക. എന്നിട്ട് ഞാൻ മുമ്പ് ആദ്യത്തെ അറേ പ്രിന്റ് ചെയ്ത് കാണിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞല്ലോ. ഇവിടെ ഇപ്പൊ നമുക്ക് റിസൾട്ട് ഓഫ് I J പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പ്രിന്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എല്ലാം കളയണം. എന്തിനാണ്? അതായത് ഫസ്റ്റ് റോയിലെ എല്ലാ കോളത്തിലും എലമെന്റ് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ ഓരോ എലമെന്റ് കഴിയുമ്പോഴും ഒരു സ്പേസ് ഇട്ട് വേണം പ്രിന്റ് ആവാൻ, അല്ലെ എല്ലാം കൂടെ കൂടി ചേർന്ന് പ്രിന്റ് ആവും. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എല്ലാ എലമെന്റും പ്രിന്റ് ആയി കഴിയുമ്പോൾ ഒരു നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആവണം. പിടികിട്ടിയല്ലോ? അപ്പൊ ഇല്ലെങ്കിൽ ഇതിങ്ങനെ കൊടുത്തില്ലെങ്കിൽ എല്ലാം കൂടെ ഒറ്റ ലൈനിൽ തന്നെ പ്രിന്റ് ആയി വരും. പിടികിട്ടിയല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഓരോ റോ കഴിയുമ്പോഴും നെക്സ്റ്റ് റോ എടുക്കാനാണ് ഇവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലാം പുറത്തു കൊടുത്തത്. അപ്പൊ നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇപ്പോ റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുത്തു. ഇനി എന്റെ റോ കൗണ്ട് ഇപ്പൊ ഞാൻ കൊടുക്കുകയാണ് 2 റോയും 3 കോളവും ആണ്. ഫസ്റ്റ് മെട്രിക്സിലെ എലമെന്റ് 1 11 22 33 44 55 66. ഇനി രണ്ടാമത്തെ മെട്രിക്സിലെ 3 2 1 4 5 6. റിസൾട്ടന്റ് മെട്രിക്സ് എന്ന് പറയുന്നത് 8 20 32 40 50 60. ശരിയല്ലേ? നോക്കിയേ, ഇപ്പൊ ഇവിടുത്തെ എത്രയാണ്? 3. 11ന് 3 പോയി കഴിഞ്ഞാൽ 8. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ റിസൾട്ടന്റ് മെട്രിക്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് മെട്രിക്സിന്റെ സബ്ട്രാക്ഷൻ. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ റെഡി കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.